ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പം ഉപ്പുമാവിൻ്റെ കൂടെ ബീഫാണ് ഇന്നലെ ഉണ്ടാക്കിയ ബീഫിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ചൂടാക്കിയെടുത്തതാണ്. അപ്പോൾ ബീഫും ഉപ്പുമാവും നിങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് റംബൂട്ടാൻ രാവിലെ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കവറുകളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കറികളെന്നൊന്ന് നോക്കിയിട്ട് വരാം. നല്ല പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പയറൊക്കെ കഴിഞ്ഞു. ഇത് പുറത്തുനിന്ന് മേടിച്ച പയറാണ്. പിന്നെ ഇന്ന് നല്ല ചൂരമീനാണ് കിട്ടിയത്. അത് നല്ല മുളകിട്ട കറി ഉണ്ടാക്കി. അങ്ങനെ ചൂരമീനും പിന്നെ നല്ല മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചൂര ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കലത്തെ കറികൾ. വൈകിട്ട് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ചായക്ക് കൂടെ കഴിക്കാനായിട്ട് അച്ചപ്പമാണ്. അച്ചപ്പമൊക്കെ കണ്ടപ്പോഴേക്കും ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അച്ചപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അവർക്ക് അച്ചപ്പമൊക്കെ കൊടുത്ത് അവർ കഴിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഓറഞ്ചിൽ പുതിയ കായൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും കിട്ടാറില്ല. ഇതൊരു പകുതി പാകമാകുമ്പോഴേക്കും കൊഴിഞ്ഞു പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും കുറേയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്, കുറച്ച് പൂവായിട്ട് നിൽപ്പുണ്ട്. ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിലുള്ളത്. പിന്നെ റംബൂട്ടാനും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറെ റംബൂട്ടാനാണ് കേട്ടോ, മുറ്റത്ത് നിൽക്കുന്നതാണ്. വേറെ മുമ്പൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വലിയ മരമുണ്ട്, അത് നമ്മുടെ കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. അതിലും നിറയെ കായുണ്ട്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പറിച്ച് കഴിക്കാനൊന്നും തുടങ്ങിയില്ല. ഇപ്പോൾ കിണറിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത് കൂടുതലും വവ്വാലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ നോക്കിയിട്ട് വന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇതേ നിലത്ത് കിടന്ന് കളിക്കുകയാണ്. അവർ അച്ചപ്പമൊക്കെ കഴിച്ചിട്ട് ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കുറേ റംബൂട്ടാൻ വീണ്ടും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നിൽപ്പുണ്ട് കുറേ പറിക്കാനായിട്ട്. ഇത് നിൽക്കും തോറും ഇത് വവ്വാലും കിളികളും നാറക്കണ്ണന്മാരും ഒക്കെ കൊത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം എല്ലാ തണ്ടിലും ഉള്ളതൊക്കെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചേക്കുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.